ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കൂലിയുടെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ 14th ഓഗസ്റ്റിന് ഇറങ്ങി. ഞാൻ 15th ഓഗസ്റ്റ് ഇന്നലെ നൈറ്റ് 15th ഓഗസ്റ്റ് നൈറ്റ് ഷോയ്ക്കാണ് കൂലി പോയത്. അപ്പോൾ ഇത് ടിക്കറ്റ്സ് ഓപ്പൺ ആയപ്പോൾ തന്നെ മൺഡേ ആയിരുന്നു തോന്നുന്നു. മൺഡേ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൈഡേ നൈറ്റിലേക്ക്. കാരണം ഇത് എങ്ങനെ റിവ്യൂ എന്നല്ല, അതായത് സിനിമ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം എന്ന് ആഗ്രഹമുള്ളൊരു സിനിമയായിരുന്നു. അപ്പം നേരത്തെ ബുക്ക് ചെയ്തു. ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ അഭിപ്രായം പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു, എൻ്റെ ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് സിനിമ. അപ്പോൾ ഇനി 14th ഞാനിങ്ങനെ റിവ്യൂ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ നോക്കി. റിവ്യൂവിനെക്കാട്ടി കൂടുതൽ തിയേറ്റർ റെസ്പോൺസ് കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം അപ്പം പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ, അവരവരുടെ ഒരു അഭിപ്രായം ഒന്നിങ്ങനെ പറഞ്ഞിട്ട് പോകുമല്ലോ. അപ്പം നമുക്ക് 2-3 അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു അതായത് അഭിപ്രായം അറിഞ്ഞ് പോകണം എന്നെനിക്ക് തോന്നിയ സിനിമയാണെങ്കിൽ, കാരണം ഇപ്പം നമുക്കറിയത്തില്ല, ഒരു ഡൗട്ടിൽ നിൽക്കുന്ന സിനിമകളൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ നോക്കും. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ പോകും. അങ്ങനെയാണ്. അല്ലെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ ഞാനിതൊന്നും കാണത്തില്ല, റിവ്യൂസ് ഒന്നും കാണത്തില്ല. ഞാൻ നേരെ പോയി കാണും. അതാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ ഈ സിനിമ തന്നെ ഫസ്റ്റ് ഡേ ഇന്നലെ 14th ഇറങ്ങി. 14th തന്നെ വന്ന റിവ്യൂസിലെല്ലാം അത്യാവശ്യം മോശം അഭിപ്രായമായിരുന്നു. അറ്റ്ലീസ്റ്റ് കേരളത്തിൽ, ബാക്കി എനിക്കറിയില്ല. മോശം അഭിപ്രായമായിരുന്നു. ഈ തിയേറ്റർ റെസ്പോൺസ് ആണെങ്കിലും അതൊന്നും ഞാനിപ്പം കണ്ടില്ല. കാരണം കണ്ടാലെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഇപ്പം നെഗറ്റീവ് നല്ലയാണെങ്കിൽ ചിലപ്പോൾ ഓവർ എക്സ്പെക്റ്റേഷൻ വരുമായിരിക്കും. സ്റ്റിൽ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെയും കൂടെ ഒരു മൂഡ് ഇന്ന് നെഗറ്റീവായി പിന്നെ നമുക്ക് ആ സിനിമ കാണുമ്പോഴും നമ്മുടെ തലയിൽ ആ ഒരു ഇത് വരും. ചെറിയതായിട്ടെങ്കിലും നമുക്ക് ഇച്ചിരി ഇതായിട്ട് തോന്നി ആ റിവ്യൂ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര മോശമായിട്ട് തോന്നും. അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഞാൻ റിവ്യൂ ഒന്നും കണ്ടില്ല. ജസ്റ്റ് ഏതോ പോസ്റ്റിൻ്റെ കമൻസ് മാത്രം നോക്കിയപ്പം ഇങ്ങനെ കൊള്ളില്ല എന്നൊക്കെ പറയുന്നപ്പം പിന്നെ നമ്മളെന്തായാലും ടിക്കറ്റ് എടുത്ത് നമുക്ക് കാണണം എന്നുള്ളതുകൊണ്ട് നമ്മൾ പോയി കണ്ടു. പക്ഷെ കണ്ടപ്പം എനിക്കത് എന്താണ് ഇത്ര നെഗറ്റീവ് വന്നേ എന്നുള്ളൊരു ഡൗട്ട് വന്നു. ഇത്ര നെഗറ്റീവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നല്ലൊരു സിനിമയാണ്. കാരണം പക്ഷെ ഭയങ്കര പിന്നെ ഞാൻ സിനിമ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ റിവ്യൂ കണ്ടപ്പം ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ലോകേഷ് പടം എന്ന് എക്സ്പെക്ട് ചെയ്ത് പോയതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അത് ആരുടെയും തെറ്റല്ല. പിന്നെ പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരു ലോകേഷ് പടം അല്ല. അതൊരു സത്യമാണ്. ലോകേഷ് ഇതൊരു എന്താ പറയുക, ജയിലർ മോറിലേക്ക് ഒരു ജയിലർ ടെംപ്ലേറ്റ് യൂസ് ചെയ്തെടുത്ത ലോകേഷ് എടുത്ത ഒരു ജയിലർ പോലത്തെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അത് നല്ലതാണ്, അതാണ് അതിൻ്റെ ഒരു മോശമല്ല. സിനിമ നല്ലതാണ്, നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം പിന്നെ ഇതൊരു സ്റ്റാൻഡ് അലോൺ പടമാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് ലോകേഷ് എന്ന സ്വയം മാറി എടുത്തൊരു സിനിമ ആയിരിക്കാം. കാരണം ഇപ്പം കൈത്തിയും വിക്രവും ലിയോയും ഒക്കെ LCUലുള്ള സിനിമകളാണ്. അപ്പോൾ അതെല്ലാം ഒരു ടെംപ്ലേറ്റ് പിടിച്ചിട്ട് സ്റ്റാൻഡ് അലോൺ പടം വരുമ്പോൾ പുള്ളി വേറൊരു ടെംപ്ലേറ്റ് പിടിച്ചതായിരിക്കാം. അങ്ങനെ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിയോ ആയാൽ പോലും കൈത്തിയോ അല്ലെങ്കിൽ വിക്രത്തിൻ്റെ ഒരു രീതിയല്ല. അത് കുറച്ചും കൂടി വിജയപ്പെടും കൂടി ആയൊരു സിനിമയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെയായിരുന്നു. എനിക്ക് ലിയോ ബാക്കി ഉള്ള അത്രയും ഒരു എഫക്റ്റ്, എനിക്കൊരു ആവറേജ് മൂവിയായിരുന്നു ലിയോ. അപ്പം സ്റ്റാൻഡ് അലോൺ ആകുമ്പോൾ പുള്ളി കംപ്ലീറ്റ്ലി വേറൊരു രീതി പിടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ മറ്റേത് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് മോശമാക്കുക എന്ന് പറയുമ്പം എന്തോ അത്ര ഇതായിട്ട് തോന്നുന്നില്ല. കാരണം വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ ലോകേഷിൻ്റെ പടം അങ്ങനെ കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പടത്തെ അങ്ങ് മോശമാക്കി പറയുക. പക്ഷെ പടം നല്ല സിനിമയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കറിയാവുന്ന കുറേ പേര് പേഴ്സണലി ഈ സിനിമ കാണാൻ ഇരുന്നിട്ട് ഈ റിവ്യൂ കാരണം കാണുന്നില്ല എന്ന് തീരുമാനിച്ചവരുണ്ട്. അപ്പം ആരുടെ റിവ്യൂ ആണെങ്കിലും അവർ കണ്ടിട്ട് അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് റിവ്യൂ എന്ന് പറഞ്ഞ് ഇടുന്നത്. ഇപ്പം ഞാനാണെങ്കിലും അപ്പം അത് കണ്ടിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു പന്ന സിനിമയ്ക്ക് പോയി കാശ് കളയാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ കാശുമുണ്ട്. അപ്പം ഒരാൾ കണ്ടിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് കാണാതിരിക്കുന്നത് എന്തോ എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞില്ല, കാശുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ ഈ സിനിമ ഇങ്ങനെ റിവ്യൂ വന്നിട്ട് കുറേ പേര് പ്ലാൻ ക്യാൻസൽ ചെയ്തവരെ എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു കാര്യം പോലും ഇല്ല. ഇത് നല്ല സിനിമയാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം പോയി കാണുമോ, അങ്ങനെയല്ല. നിങ്ങൾക്ക് കാണണം എന്ന് ഉള്ളവരാണെങ്കിൽ പോയി കണ്ടിട്ട് അഭിപ്രായം പറയുക.
അപ്പോൾ പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നാഗാർജുന അടിപൊളിയായിരുന്നു. അപ്പം നാഗാർജുന ഞാൻ ഇങ്ങനത്തെ ഒരു റോളിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളി ഓൾറെഡി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിപ്പം അങ്ങനത്തെ ഒരു കാണാത്തൊരു ടൈപ്പിൽ പുള്ളിയെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു പുതുമ, പിന്നെ പുള്ളിയുടെ ഈ ഒരു ഏജിൽ പുള്ളിയുടെ ഒരു സ്വാഗ്, പുള്ളിയുടെ ഡ്രസ്സിങ്ങും പുള്ളിയുടെ ലുക്കും, പുള്ളി ആ സ്ക്രീനിലോട്ട് വരുമ്പോൾ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. നാഗാർജുന കിട്ടുമായിരുന്നു. പിന്നെ സൗബിന് ഇത്രയും ആക്ടേഴ്സ്, ഇത്രയും സ്റ്റാർസ് ഉള്ളൊരു പടമായിട്ട് പോലും സൗബിന് ചെയ്യാൻ കുറേ കൊടുത്തിട്ടുണ്ട്. അത് പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് സൗബിൻ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ആക്ടറല്ല. പക്ഷേ എന്നിട്ട് പോലും പുള്ളിയുടെ ആ ഒരു റോള് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ സൗബിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും സൗബിൻ്റെ ഒരു ക്യാരക്ടറും പുള്ളിയുടെ ആക്ടിങ്ങും ഒക്കെ. പിന്നെ ഉപേന്ദ്ര അനിരുദ്ധിൻ്റെ മ്യൂസിക്കും BGM എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസം. അത് ഉപേന്ദ്രയുടെ ഒരു ഇൻട്രോ സീനുണ്ട്. ആ ഇൻട്രോ സീനും അനിരുദ്ധിൻ്റെ ഒരു BGM, അപ്പോൾ ഇടുന്നൊരു BGM, ഒരു തകതിമി അങ്ങനെ എന്തോ പറഞ്ഞൊരു BGM, ഷോ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇൻട്രോ, ആ ഒരു BGM കാരണം അങ്ങ് കയറി. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ കുറേ വീഡിയോസ് ഞാനപ്പോൾ അത് കാണാൻ തുടങ്ങി. പലരും നെഗറ്റീവ് പറയുന്ന കേൾക്കുന്ന, എന്നാൽ ഇതുവരെ ആ ഉപേന്ദ്രയുടെ ഇൻട്രോ സീനിൽ നിന്ന് ഇറങ്ങി വരാത്ത ഞാനെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് ഭയങ്കര അടിപൊളി സീൻ, ഉപേന്ദ്രയുടെ ഇൻട്രോ സീൻ ഭയങ്കര അതായത് ഉപേന്ദ്രയ്ക്ക് വേണ്ടി അതങ്ങ് കൊടുത്ത പോലൊരു ഫീല് വന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെന്താ, രജനീകാന്ത് പിന്നെ നല്ലതാണ്. ഇതിലും ഉടനീളം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റെട്രോ സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര നല്ല രസമായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്താ വല്ലതും ആയിരിക്കും, എനിക്കറിയില്ല. അത് ഭയങ്കര രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ നമുക്ക് ലെങ്ത് കൂടിയെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യാത്തതാണല്ലോ. ഇപ്പോൾ 2, 3, 4 മണിക്കൂറാണെങ്കിൽ പോലും അത് ഫീൽ ചെയ്യാത്തപ്പോഴാണല്ലോ അത് നല്ലതാവുന്നത്. അപ്പം പക്ഷേ ഇതിൻ്റെ കുറച്ച് സ്റ്റണ്ട് സീൻസിനൊക്കെ ലെങ്ത് നന്നായിട്ട് കൂടിപ്പോയി. ഒരുമാതിരി, അതായത് എവിടെ കട്ട് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് എന്നാൽ ഫുള്ള് കിടക്കട്ടെ എന്ന് വിചാരിച്ച പോലെ തോന്നി സ്റ്റണ്ട് സീൻസൊക്കെ. അത് കുറച്ചൊക്കെ ലെങ്ത് കുറയ്ക്കണം. നമുക്കതിങ്ങനെ ഫീൽ ചെയ്ത് എന്താ തീരാത്ത വീണ്ടും വന്നു, ആ ഒരു ഫീൽ വരും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റണ്ട് സീൻസിനാണ് തോന്നുന്നു കൂടുതലും ആ ലെങ്ത് വന്നത്. പിന്നെ ആമിർ ഖാൻ്റെ അതങ്ങനെ ആവശ്യമില്ലായിരുന്നു. അതായത് ആമിർ ഖാൻ്റെ റോളും സീൻസും ഒന്നും ആവശ്യമില്ലായിരുന്നു. അതൊരു ഇപ്പോൾ ബോളിവുഡിൽ നിന്ന് ഒരു സ്റ്റാറിനെ വേണം എന്ന് വിചാരിച്ച് കുത്തിക്കയറ്റിയ പോലെ തോന്നി. എനിക്കൊന്ന് ആമിർ ഖാനും ഇതൊരു രജനീകാന്തിൻ്റെ പടമാണ് എന്ന് വിചാരിച്ച് വന്നതാണെന്ന് തോന്നുന്നു. അതൊട്ടും എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷെ അതും ഇഷ്ടപ്പെട്ടവരുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്കിഷ്ടപ്പെട്ടില്ല, പക്ഷെ ചിലർക്കത് ഇഷ്ടപ്പെടാം. അത് കാരണം ഞാൻ ചിലർ കമൻസിലും വീഡിയോസിലും കണ്ടു ആമിർ ഖാൻ്റെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ പേഴ്സണലാണ്. എനിക്കത് ഒരു അനാവശ്യമായിട്ട് തോന്നി ആമിർ ഖാൻ്റെ ഒരു കാസ്റ്റിംഗ്. അങ്ങനൊരു സംഭവം ആ ഒരു കുറച്ച് ഭാഗങ്ങളെ വേണ്ടായിരുന്നു. അവിടെയൊക്കെ ഒരു ജയിലർ റീക്രിയേഷൻ നടത്താൻ വേണ്ടി മാത്രം കുറച്ച് കാര്യങ്ങൾ ചെയ്ത പോലെയൊക്കെ തോന്നി. ജയിലറിലെ കുറച്ച് സീൻസൊക്കെ എടുക്കാൻ വേണ്ടി മാത്രം. പക്ഷേ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു സിനിമയാണ്. അപ്പം നിങ്ങളെന്താണെന്ന് വെച്ചാൽ, അല്ലാതെ ഇപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും പോയി കാണുക, അല്ലാതെ വെറുതെ ഡ്രോപ്പ് ചെയ്യാതെ പോയി കാണുക. അപ്പം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.